ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്, ഞങ്ങളുടെ അച്ചുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിവിടെ കുട്ടികൾക്കുള്ളതൊക്കെ റെഡിയാക്കിയിട്ടാണ് പോണത്. രാവിലെ തന്നെ ഉണ്ടോ സദ്യയൊക്കെ. അപ്പോൾ അതാ രാത്രി വീടിൻ്റെ അടുക്കള മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ രാവിലെ പണിയെടുക്കാൻ തന്നെ ഒരു ഉഷാറാണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് മേക്കഴുകലൊക്കെ കഴിഞ്ഞ് അതാ വന്നിട്ട് ചോറിനുള്ള വെള്ളമാണ് കേട്ടോ ആദ്യം തന്നെ വെക്കുന്നത്. അപ്പോൾ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള കുട്ടികളൊക്കെ 7 മണിക്ക് സ്കൂളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ തറവാട്ടിലുള്ള ഒരു 9 മണിക്കാണ് പോവുക. അപ്പോൾ അവർ പോകുമ്പോഴേക്ക് സദ്യ കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇവർക്ക് കൊണ്ടുപോകാനുള്ള ചോറ് ഇതൊക്കെ വെക്കുകയാണ്. പിന്നെ ഇതാ ചുക്കുവെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് കൊണ്ടുപോകാൻ സോയാബീൻ മതി പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജഗ്ഗൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ വെള്ളം ചൂടാക്കിയത് ജഗ്ഗിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അരി ഇടുകയാണ്. കുറച്ച് അരി ഇടുന്നുള്ളൂ. ഞാൻ ഉച്ചയ്ക്കൊക്കെ അവിടെ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതും പിന്നെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. അത് ആദ്യം തന്നെ ചുടുവെള്ളം എടുത്തിട്ട് നമ്മുടെ അരി നല്ലപോലെ കഴുകിയിട്ട് പിന്നെ 2-3 പ്രാവശ്യം പച്ചവെള്ളം കൊണ്ടൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. ചുടുവെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മുകളിലൊരു മെഴുക്ക് പോലെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അരിയിടലും പരിപാടികളൊക്കെ കഴിഞ്ഞത് അതിൻ്റെ മുകളിൽ കുറച്ച് ചുക്ക് വെള്ളത്തിനുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വെള്ളത്തിലാണ് ചുക്ക് വെള്ളത്തിൻ്റെ പൊടി ഇട്ട് വെക്കുക. എന്നിട്ട് പിന്നെ അത് ചൂടാകുമ്പോൾ നല്ല കളർ വരുമല്ലോ. അപ്പോൾ മറ്റേതിലേക്ക് അരിച്ചൊഴിക്കുക കേട്ടോ ചെയ്യുക. അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ എടുത്ത് കുടിക്കുക. അവർ ജഗ്ഗിന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ കുടിക്കുമ്പോൾ അത് ചങ്കിലടയിട്ട് അതിൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ടാവില്ല, വേര് പോലത്തേക്ക്. പിന്നെ ഞാൻ ആ ചെറിയ ഉള്ളിയും കൂടെ ഒരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നേരെയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ചായ ഉണ്ടോ വെച്ചത്. അപ്പോൾ അത് ചെറിയതായിട്ടൊന്ന് ചൂടാറിയപ്പോൾ അതൊന്നും എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ്. അപ്പോൾ ഞാൻ ജനലൊന്ന് തുറന്നിട്ടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എപ്പോഴും ജനൽ തുറക്കുക കുറച്ച് വെളിച്ചമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ റബ്ബർ വെട്ടാനുള്ള ആൾ വരുമ്പോഴോ കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെളിച്ചമായപ്പോൾ ഇതാ നമ്മുടെ വെണ്ണീർ കോരിയതും പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു അതും കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് കളഞ്ഞു കേട്ടോ. കാക്കകളാണെന്ന് വെച്ചെങ്കിൽ ദിവസേന ഇങ്ങനെ കുറച്ച് ചോറ് കൊടുത്തിട്ടേ അവരിങ്ങനെ ആ നേരായ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഇതാ ചെറിയുള്ളി കുറച്ച് നന്നാക്കിയിട്ട് അതും കൊണ്ടൊരു ചമ്മന്തി പിന്നെ അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമ്മുടെ ഉള്ളി കുറച്ച് ഇഞ്ചിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടോ, പിന്നെ 2-3 വെളുത്തുള്ളിയും അതൊന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ വേഗം വാടി കിട്ടുമല്ലോ. അതൊന്നും ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഒരു തക്കാളിയാണ് ഇട്ട് എടുത്തുള്ളൂ. കുറച്ച് വലിയൊരു തക്കാളിയാണ്, നല്ലപോലെ പഴുത്ത തക്കാളി. അത് എടുത്തിട്ട് അതും ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വാടി വരുന്ന നേരം കൊണ്ട് ഞാൻ സോയാബീനും കൂടി ഒന്ന് അരിഞ്ഞെടുത്തു. പിന്നെ അതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വാട്ടിയിട്ട് ആ മുളക് പൊടിയുടെ പച്ചച്ചൊവയിൽ നിന്ന് മാറുമ്പോൾ കുറച്ച് മല്ലിയില ഇട്ടിട്ട് പിന്നെ അതൊന്ന് ഓഫാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ സോയാബീന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വറുത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചമ്മന്തിക്കുള്ളത് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അപ്പത്തിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാകുമ്പോഴേക്ക് വേഗം ഞാനത് അരച്ച് വന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ അതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പം ഉണ്ടാക്കാനുള്ള ചമ്മന്തി എടുത്തിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് അറിയാം, ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാടുക്കും. പക്ഷേ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ ചെറുതായിട്ട് ലീക്ക് പോലെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പിറന്നാളുകാരി അമ്പലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവൾ വെറുതെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ അവളുടെ ഡ്രസ്സൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവൾ അമ്പലത്തേക്ക് പോകും. അച്ഛമ്മയുടെ കൂടെ ഉണ്ടോ പോണത്. അപ്പോൾ ഞാൻ പിന്നെ വേഗം ചായയൊക്കെ വെച്ച് ഇവിടുത്തെ ഏകദേശം പണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ഭക്ഷണമൊക്കെ ആക്കി കൊടുത്തു, അവർക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു. ഒരാൾ 7 മണിക്കുള്ള ബസ്സിനും ഒരാൾ 7:30-ക്കുള്ള ബസ്സിനും ഉണ്ടോ പോണത്. അപ്പോൾ അവർക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഊറ്റലും അവർക്ക് ചോറാക്കലും അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങൾ കേട്ടോ കഴുകാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ പാത്രം എടുക്കുമ്പോൾ അപ്പോൾ തന്നെ കഴുകിയേക്കായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികൾ അമ്പലത്തിൽ പോയി അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ പോണതിൻ്റെ മുന്നേ ചെറുതായിട്ടൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അവളുടെ അമ്മ ഉണ്ടാക്കിയത് രാവിലെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഞാൻ വന്ന് നോക്കുമ്പോൾ എഴുതുമായിരുന്നു. പിന്നെ വിളമ്പാനിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലും കുറുമയും ഉപ്പേരിയും പിന്നെ സാമ്പാറും പപ്പടും പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഇട്ട പായസമായിരുന്നു. കുട്ടിക്ക് വേഗം വിളമ്പി കൊടുത്തു. പിന്നെ യൂണിഫോം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അമ്മ യൂണിഫോമൊക്കെ മാറ്റിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ തൊഴുത് അനുഗ്രഹമൊക്കെ കൊടുത്ത് അരിയും പൂവൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അവൾ കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ അമ്മ കഴിക്കുന്നുണ്ട്. അമ്മൂൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഞാനും അമ്മ അവിയലും കുറുമയൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാനതൊക്കെ അവളുടെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നു. പിന്നെ അവളുടെ കഴിക്കലേക്കും അച്ഛൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിതാ കുട്ടികൾക്ക് കുറച്ച് കറിയൊക്കെ ഫ്രിഡ്ജിൽ കൊടുന്ന് വയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ